നമസ്കാരം, ഞാൻ ഡോക്ടർ രാജലക്ഷ്മി. ഞാൻ ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ENT കൺസൾട്ടൻ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് മൂക്കിലെ ഫോറിൻ ബോഡികളെ കുറിച്ചാണ്. ENT OPയിൽ സാധാരണമായി കാണുന്ന കേസുകളാണ്. കുട്ടികൾ കൗതുകത്തിൻ്റെ പുറത്ത് ചെറിയ വസ്തുക്കൾ മൂക്കിലേക്ക് ഇടാൻ ശ്രമിക്കാറുണ്ട്. അതിനെയാണ് ഫോറിൻ ബോഡി എന്ന് പറയുന്നത്. ഈ ചെറിയ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ വിത്തുകൾ, കടല, പയർ, ഗ്രൗണ്ട് നട്ട്സ്, പച്ചക്കറികളുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ, അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടോയ്സ്, ക്രയോണിൻ്റെ പീസുകൾ, കല്ലുകൾ, ചോക്കിൻ്റെ കഷ്ണങ്ങൾ, ഇതുപോലെയുള്ള സാധനങ്ങൾ മൂക്കിലേക്ക് ഇടാൻ സാധ്യതയുണ്ട്. ഇതിൽ ഈ ടോയ്സ്, പ്ലാസ്റ്റിക് ടോയ്സിലും റിമോട്ടിലും ഒക്കെയുള്ള ബട്ടൺ ബാറ്ററി അപകടകരമാണ്. അതിൽ നിന്ന് കെമിക്കൽസ് റിലീസ് ചെയ്ത് കെമിക്കൽ ബേൺ, സെപ്റ്റൽ പെർഫറേഷൻ മുതലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ആണെന്നുണ്ടെങ്കിൽ, ഫോറിൻ ബോഡി ബട്ടൺ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ അത് ഉടനെ എടുത്തു കളയേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഈ ഫോറിൻ ബോഡി മൂക്കിൽ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരു വശത്ത് മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, ഇറിറ്റേഷൻ കാരണമുള്ള തുമ്മൽ, അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ കുട്ടി പേരൻസ് ഇത് ശ്രദ്ധിക്കില്ല. മൂക്കിൽ എന്തോ പോയത്, മൂക്കിൽ ഈ ഫോറിൻ ബോഡി ഉള്ള കാര്യം പേരൻസ് ശ്രദ്ധിക്കില്ല, കുട്ടിയൊട്ട് പറയുകയില്ല. അങ്ങനെയുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഫോറിൻ ബോഡി ആഴ്ചകളും മാസങ്ങളും മൂക്കിൽ തന്നെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മൂക്കിൽ ഈ ഫോറിൻ ബോഡി മൂക്കിലെ സെക്രീഷൻസിൻ്റെ കൂടെ അതിൻ്റെ ഫോറിൻ ബോഡിയുടെ പുറത്ത് കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സോൾട്ടുകൾ ഡെപ്പോസിറ്റായി അത് ഒരു കല്ല് പോലെ ആവാൻ സാധ്യതയുണ്ട്. അതിനെയാണ് റൈനോലിത്ത് എന്ന് പറയുന്നത്. അത് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇത് ആഴ്ചകളും മാസങ്ങളും വേണം. അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് മൂക്കിൽ ഒരു വശത്തെ മൂക്ക് അടപ്പ്, ആ മൂക്കിൽ കൂടെ നേസൽ ഡിസ്ചാർജ്, പഴുപ്പ് പോലെ വരിക, ദുർഗന്ധം, വല്ലാത്ത ദുർഗന്ധമായിരിക്കും. ചിലപ്പോൾ മൂക്കിൽ നിന്ന് രക്തം വരാൻ സാധ്യതയുണ്ട്. കുട്ടിക്ക് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതുപോലെയുള്ള, പിന്നെ ഇറിറ്റേഷൻ കൊണ്ടുള്ള തുമ്മൽ, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. റൈനോലിത്തായിട്ടാണ് പേഷ്യൻ്റ് വരുന്നത് എങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമുക്ക് എക്സാമിനേഷൻ വഴിയും അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്ത് അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ച് റൈനോലിത്ത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി ഈ ഫോറിൻ ബോഡി കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം? ഫോറിൻ ബോഡി മൂക്കിലിരുന്ന് കഴിഞ്ഞാൽ സൈനസൈറ്റിസ്, തുടർച്ചയായ ഇൻഫെക്ഷൻസ്, സെപ്റ്റൽ പെർഫറേഷൻ, ആസ്പിറേഷൻ, പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ റൈനോലിത്ത് ഫോർമേഷൻ, ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യും, എങ്ങനെ കണ്ടുപിടിക്കും? അതിന് ശരിയായ ഹിസ്റ്ററി വഴിയും എക്സാമിനേഷൻ വഴിയും ഫോറിൻ ബോഡി ഡയഗ്നോസ് ചെയ്യാം. മൂക്കിൻ്റെ മുൻഭാഗത്തായിട്ടാണ് ഫോറിൻ ബോഡി ഉള്ളത് എങ്കിൽ OPയിൽ തന്നെ എളുപ്പത്തിൽ എടുത്തു കളയാവുന്നതേ ഉള്ളൂ. ഇനി മൂക്കിൻ്റെ ഒരുപാട് പിറകിലായിട്ടാണ് ഫോറിൻ ബോഡി ഉള്ളതെങ്കിൽ കുട്ടിയെ സെഡേറ്റ് ചെയ്ത്, കുട്ടി ചിലപ്പം കോപ്പറേറ്റ് ചെയ്യണമെന്നില്ല, അങ്ങനെയാണെങ്കിൽ കുട്ടിയെ സെഡേറ്റ് ചെയ്തിട്ട് എടുത്തു കളയേണ്ടി വരും. കുട്ടി മൂക്കിൽ എന്തോ ഇട്ടു, ടോർച്ചടിച്ച്, പേരൻസ് വീട്ടിലുള്ളപ്പോൾ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ മൂക്കിൻ്റെ മുൻഭാഗത്തായിട്ട് തന്നെ എന്തോ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൈ കിട്ടി എന്തെങ്കിലും ഒരു സാധനം വെച്ച് അത് റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ അതൊന്നുകിൽ ആ ഫോറിൻ ബോഡി പുറത്തു വന്നില്ല എന്നുണ്ടെങ്കിൽ ഉള്ള കോംപ്ലിക്കേഷൻ, അത് ഒരുപാട് പുറകിലേക്ക് ഡീപ്പായിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഡീപ്പായിട്ട് പോയി കുട്ടി ഒരുപാട് ശ്വാസം എടുക്കുകയോ ഉള്ളിലേക്ക് ശ്വാസം വലിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വിഴുങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതല്ല, അത് ശ്വാസകോശത്തിലേക്ക്, വിൻഡ് പൈപ്പിലേക്ക്, ശ്വാസകോശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് ശ്വാസതടസ്സം ഉണ്ടാകുകയും ജീവന് വരെ അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സർജറി വരെ വരാൻ ആവശ്യമുള്ള കണ്ടീഷനാണത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫോറിൻ ബോഡി, മൂക്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടെന്ന് തോന്നിയാൽ, എന്തെങ്കിലും സാധനം കുട്ടികൾ ഇട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറിനെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതുപോലെയുള്ള ടിപ്സിന് വേണ്ടി പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ ഈ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.